ഒരു ബോളി അങ്ങോട്ട് എടുത്തിട്ടിട്ട് സേമിയ പായസം അങ്ങോട്ട് ഒഴിക്കണം. പപ്പടം ഇട്ടിട്ട് പേടിയുണ്ട്. ഓഹ് സൂപ്പർ. ഹലോ ഗൈസ്, വെൽക്കം ടു ട്രിപ്പ് ഫാമിലി ഈറ്റ്. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ തിരുവോണത്തിന് നമ്മൾ പൂക്കളമൊക്കെ ആയിട്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് എല്ലാം ശരിയായിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്, പൂക്കളമൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ സദ്യ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് വിഭവങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോർമലി ഉള്ളതുപോലെ സാമ്പാറും പരിപ്പും പപ്പടവും മുതലായ പിന്നെ തൊടുകറികളും അങ്ങനെയൊക്കെ ആയിട്ട് 2 തരം പായസവും, അടപ്പായസവും സേമിയ പായസം, അങ്ങനെ 2 തരം പായസമൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അളിയൻ എന്ത് ചെയ്യും? അപ്പോൾ അളിയൻ ഇവിടെ സ്റ്റണ്ണിങ് ലുക്കിൽ റെഡി ആയിട്ടുണ്ട്. മുണ്ടില്ല അല്ലേ ഓണത്തിന്? തിരുവോണത്തിന് മുണ്ടില്ല. മുണ്ടിന് പകരം ചന്ദന കളർ പാൻ്റാണ്. അപ്പോൾ അനിയത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എടി ആണ്ടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നലെ ഒരു പൂൾ വീഡിയോയുടെ ഒരു പിന്നെ ഇതിട്ടിട്ടുണ്ട്, ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൂൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളുടെ അടിപൊളി. ഇത് 2 കളറേ ഉള്ളൂ? 4 കളറുണ്ടോ? ഓക്കെ, ഇലയുണ്ടല്ലേ? ഓക്കെ, ആണോ മക്കളെ? ഹലോ ഹലോ, ഒരു ഹായ് പറയും. അപ്പോൾ അമ്മയാണെങ്കിൽ അടുക്കളയിലുണ്ട്. പായസം ഓൾമോസ്റ്റ് കറികളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പപ്പടം കാഴ്ച വേറെ പരിപാടികളാണ്. ഇപ്പോൾ സേമിയ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഒരു ഹായ് പറയും. ഓക്കെ, അപ്പോൾ സേമിയ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടപ്പായസം ഓൾറെഡി വെച്ച് കഴിഞ്ഞു. പിന്നെ ഓൾമോസ്റ്റ് വിഭവങ്ങളൊക്കെ നമ്മളുടെ എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അടച്ചടച്ച് വെച്ചിട്ടുണ്ട്. അവിയൽ, സാമ്പാർ, ചോറ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ കൂടാതെ തന്നെ അത്തപ്പൂക്കളം ഇടുന്നുണ്ട്. ആൽബിയും വൈഫും മോനും കൂടെയാണ് അത്തപ്പൂക്കളം ഇടുന്നത്. പിന്നെ അളിയനും പെങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മൊത്തത്തിലൊരു ഓണത്തിൻ്റെ ഒരു ബഹളം തന്നെ. പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടും കോവിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടും നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളൊരു ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൂക്കളം ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വാവി ചക്കിരി വാവി കിരിവാവി രണ്ടുപേരും മാച്ചിങ് ആണല്ലോ. രണ്ടുപേരും സൂപ്പർ മാച്ചിങ് ആണല്ലോ. കൊള്ളാല്ല. അപ്പോൾ നമ്മുടെ സദ്യയുടെ ടൈമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും 2 സൈഡിലായിട്ട് അവിടെ ഇവിടെ ആയിട്ടാണ് ഇരിക്കാൻ പോകുന്നത്. പപ്പയും അമ്മയും എല്ലാം ഏതാണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിയത്തി ദാണ്ട് ഇവിടെ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ദാണ്ട് എൻ്റെ മോനാണെങ്കിൽ മൊബൈലിൽ പാട്ട് കാണുന്നു. ആൽബി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പയ്യാതെ പരതി നടക്കുന്നു. അളിയനാണെന്നുണ്ടെങ്കിൽ കൈ കഴുകുന്നു. അപ്പോൾ ഏതാണ്ട് നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് എന്തിടി കള്ളി, എന്ത് ചിരിക്കുന്ന, എന്ത് കള്ളി ചിരിക്കുന്ന, എന്തിടി കള്ളി ചിരിക്കുന്ന, എന്തിടി ചിരിക്കുന്ന, എന്തിടി കറക്റ്റ് സമയം പൂവെടുത്ത് വെച്ച് നോക്കും. ഒന്ന് ചെയ്യാൻ പൂവെടുത്ത് വെച്ചോളാം നീ.
എന്തടി കൊള്ളാം പക്ഷെ എന്തടി എന്തടി നല്ല ഒന്നാം തരം സേമിയ പായസം, നല്ല അടിപൊളി അടപ്രഥമൻ, പിന്നെ അവിയൽ, തോരൻ, പിന്നെ പരിപ്പ് കറി, പിന്നെ ഉള്ളിത്തീയൽ, മാങ്ങ അച്ചാർ, ഇഞ്ചിക്കറി, ഉള്ളിക്കറി, സാമ്പാർ, പപ്പടം, ചോറ്, പിന്നെ ഇലയും, പിന്നെ എമിയും. കുറച്ച് അവിയലും തോരനും ഉള്ളിക്കറിയും ഇഞ്ചിക്കറിയും നാരങ്ങ അച്ചാറും ഒരു സ്വല്പം പപ്പടവും എടുത്ത് വെച്ച് കുഴച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്നോ, ഒരു ബോളി എടുത്തിട്ടിട്ട് അതിനകത്ത് കുറച്ച് സേമിയ പായസം അങ്ങോട്ട് ഒഴിക്കണം. ആഹാ അന്തസ്. ഒരു പപ്പടം എടുത്തേ. പപ്പടം ഇട്ടിട്ട് അതിന് പൊടിച്ച് ബോളിയും പപ്പടവും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പിടിയുണ്ട്. ഓഹ് സൂപ്പർ. നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയാണ്. അതിഥി വിളിക്കേ. അളിയാ വിളിച്ചേ. ജൂലിക്ക് ഓണസദ്യ കൊടുക്കാം. ജൂലി നോൺ വെജ് ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ പൊരിച്ചതും ചോറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ജൂലിക്ക് ഓണസദ്യ കൊടുക്കാം. വാ, ജൂലി നോൺ വെജ് ആയതുകൊണ്ട് ചിക്കനും ഓക്കെ ചിക്കനും ചോറും. ജൂലി മോളെ കഴിച്ചോ? നല്ല ചിക്കനും സൂപ്പർ ചോറും ചിക്കനും കഴിച്ചോ? ഓണമായിട്ട് ജൂലിക്ക് ചിക്കൻ ബിരിയാണിയാ. അപ്പോൾ നമ്മളെ ഓണ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ മിനി പൂള് ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. കിഡ്സിനൊക്കെ വേണ്ടിയിട്ടാണ്, പക്ഷേ കുട്ടികളുടെ മനസ്സുമായിട്ട് ഞങ്ങളിവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഫൈനലി പിന്നെ അതാണ്ട് എല്ലാവരും അളിയൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും അതാണ്ട് കൊച്ചു പിള്ളേരൊക്കെ വെള്ളത്തിൽ കിടക്കുക. ഈ പൂൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഇത് ദാണ്ട് ഇവിടെയോ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഈ പൂള് ഉണ്ടാക്കിയത്. എന്നിട്ട് അത് നിങ്ങൾ കാണുക.